ശ്രീ പി സി വിഷ്ണുനാഥ്. കുട്ടികളെ ഈ സംഭവങ്ങൾക്ക് ശേഷം വല്ലാതെ അങ്ങോട്ട് സാമാന്യവൽക്കരിച്ച് ഈ പുതിയ തലമുറ മുഴുവൻ സാമൂഹ്യ പ്രതിബദ്ധതയില്ലാത്തവരും കൊള്ളരുതാത്തവരുമാണെന്ന ഒരു പ്രചരണവും കൂടെ സമാന്തരമായി നടക്കുന്നുണ്ട്. അതിനെയും നമുക്ക് നേരിടേണ്ടതായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഫ്ലഡിൻ്റെ സമയത്താണെങ്കിലും കോവിഡ് കാലത്താണെങ്കിലും നമ്മുടെ ചെറുപ്പക്കാർ വളരെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രതികരിച്ച അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഈ SPC രാജ്യത്തിന് തന്നെ മാതൃകയായി കേരളത്തിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ SPCയെ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് ശ്രീ P. വിജയൻ IPSന്റെ നേതൃത്വത്തിലാണ് കേരളത്തിൽ. പിന്നെ ഞങ്ങൾ ഗവൺമെൻറ് വന്നപ്പോഴും ഞങ്ങളതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. സാർ ഈ SPCയുടെ യൂണിഫോം അലവൻസ് കുടിശ്ശികയാണ്, അവരുടെ ഇൻസ്ട്രക്ടറുടെ റെമ്യൂണറേഷൻ കുടിശ്ശികയാണ്, ഫുഡ് അലവൻസ് ഏതാണ്ട് നിലച്ച നിലയിലാണ്. ഈ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് SPCയെ കൂടുതൽ ശക്തമാക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളിലുള്ള കുടിശ്ശികയൊക്കെ തീർത്ത് അവരെ കൂടുതൽ സജീവമാക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സാർ, ബഹുമാനായിട്ടുള്ള അംഗം തന്നെ ഇവിടെ അംഗീകരിച്ചതുപോലെ ഇന്ത്യക്കാകെ മാതൃകയായിട്ടുള്ള പദ്ധതിയാണ് SPC. അത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംഘങ്ങൾ ഇവിടെ വന്ന് അത് പഠിക്കുകയും അവിടെ പകർത്താൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് SPCയെ ശാക്തീകരിക്കുക എന്നുള്ളത് ഈ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ്. അതിലൊരു വീഴ്ചയും ഉണ്ടായിരിക്കില്ല എന്ന കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. SPC എത്രത്തോളം പ്രാധാന്യത്തോടെയാണ് സർക്കാർ കാണുന്നത്, ബഹുമാനായിട്ടുള്ള അംഗം SPC എത്ര പ്രാധാന്യത്തോടെയാണ് ഈ സർക്കാർ കാണുന്നത് എന്നതിൻ്റെ തെളിവാണ് പോലീസ് റിക്രൂട്ട്മെന്റിന് PSC പരീക്ഷയ്ക്ക് SPCക്ക് വെയിറ്റേജ് കൊടുക്കാൻ തീരുമാനിച്ച ഗവൺമെന്റാണ് സർ. അപ്പോൾ അത്രയും പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് സർക്കാർ SPCയെ കാണുന്നത്. അതുകൊണ്ട് ആ ഒരു ആശങ്കയുടെ ആവശ്യമില്ല. SPCക്ക് ഒരു കുറവും വരാതെ സർക്കാർ നോക്കും. ബഹുമാനപ്പെട്ട സ്പോർട്സ് വകുപ്പ് മന്ത്രി. ആന്റി ഡ്രഗ് ക്യാമ്പയിൻ്റെ ഭാഗമായി മെയ് മാസം 1-ാം തീയതി മുതൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ കായിക വകുപ്പ് പൂർണ്ണമായും എല്ലാ മണ്ഡലങ്ങളും എല്ലാ താലൂക്കുകളും കോർത്തിണക്കിക്കൊണ്ട് വലിയൊരു ക്യാമ്പയിൻ തുടങ്ങുകയാണ് സാർ. അതിൽ കായികമാണ് ബദൽ എന്നാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ആലോചിക്കുന്ന സന്ദേശം. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ജനങ്ങളുടെ ഇടയിൽ എത്താൻ എല്ലാ MLA മാരും സഹായിക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ പറയും.